ഗ്രാമപഞ്ചായത്തിലെ ടൗൺ വാർഡിലെ അതിദരിദ്ര ലിസ്റ്റിൽ ഉൾപ്പെട്ട ശ്രീ മധു എന്നയാൾക്ക് കുടുംബശ്രീയുടെ സോഷ്യൽ ഡെവലപ്മെന്റ് വകുപ്പിൽ ഉൾപ്പെടുത്തി ഇവിടെ ഒരു പെട്ടിക്കടയാണ് നൽകിയിട്ടുള്ളത്. അതിന്റെ ഉദ്ഘാടന കർമ്മമാണ് ഇന്നിവിടെ വഹിക്കുന്നത്. ഇതിന് 50,000 രൂപയാണ് ശ്രീ മധുവിന് നൽകിയിട്ടുള്ളത്. അതിന്റെ ആദ്യഘട്ടമായി കുറച്ച് ഉൽപ്പന്നങ്ങൾ എടുത്തുകൊണ്ട് ഇന്നിപ്പോൾ ഇവിടെ കട ആരംഭിക്കുകയാണ്. തുടർന്ന് ഈ നാട്ടിലെ എല്ലാവരുടെയും സഹകരണം മധുവിന് ഉണ്ടാവണം. നമ്മുടെ ഇന്നത്തെ കട ഉദ്ഘാടനം ചെയ്യുന്നതിന് ടൗൺ വാർഡിന്റെ വാർഡ് മെമ്പറും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടുള്ള ശ്രീ JV ബിന്ദു അവരെ ക്ഷണിക്കുന്നു. ബഹുമാനിയായിട്ടുള്ള നമ്മുടെ CDSന്റെ ചെയർപേഴ്സൺ ശ്രീമതി ശാലിനി, അതുപോലെ തന്നെ CDSന്റെ മെമ്പർ രമചേച്ചി, നമ്മുടെ മുൻ വാർഡ് മെമ്പറും ഈ വാർഡിലെ എല്ലാ കാര്യങ്ങൾക്കും നമ്മളോടൊപ്പം നിൽക്കുന്ന രാജേന്ദ്രമാമൻ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അറിയാം അതിദരിദ്രരുടെ ലിസ്റ്റിൽ നമ്മുടെ പഞ്ചായത്തിൽ 97 പേരാണ് ഉൾപ്പെട്ടിരുന്നത്. അതിൽ 4 പേര് മരണപ്പെട്ടു പോയി. ബാക്കി 93 പേരാണ് ഇപ്പം നമ്മുടെ ലിസ്റ്റിൽ നിലവിലുള്ളത്. അതിൽ വികലാംഗരായിട്ടുള്ളവർക്ക് പെട്ടിക്കട എന്നുള്ളൊരു പ്രോജക്റ്റ് നമ്മുടെ സാമൂഹ്യക്ഷേമ വകുപ്പ് വഴി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ, ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ അനുവദിക്കുകയും അതിൽ ഒരെണ്ണം നേരത്തെ കൊടുത്തിട്ടുള്ളത് പൂങ്കോട് വാർഡിലാണ്. ഇപ്പം നമ്മുടെ വാർഡിലെ ശ്രീമാൻ മധുവിനാണ് ഈ ഇത് ലഭിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും കാലിന് സ്വാധീനക്കുറവുള്ള മധുവിന് ഉപജീവന മാർഗം, സ്വയം പര്യാപ്തതയിലേക്ക് എത്തുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ഒരു സംവിധാനം നൽകിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇനിയുള്ള സമയങ്ങളിൽ ഇപ്പം 50,000 രൂപയാണ് ഇതിൻ്റെ മുതൽ മുടക്ക്. അതിൽ കുറച്ച് കൊടുത്തു കഴിഞ്ഞു. ബാക്കി സാധനങ്ങൾ ഉൾപ്പെടെ നാളെ കൂടിയായിട്ട് നമ്മൾ വാങ്ങിക്കും. പെട്ടെന്നാണ് ഇങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചത്. പിന്നെ മകരവിളക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ തുടങ്ങുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ന് ഇതിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം മധുവിനുണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഔപചാരികമായ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഇങ്ങനെ ഒരു സംരംഭം എനിക്ക് അനുഭവിച്ച് കിട്ടിയത് വളരെ സന്തോഷമുണ്ട്. പറയാൻ